ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഹ്യൂമാനിറ്റീസിൻ്റെ മോഡ്യൂൾ സെക്കൻഡിൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകാം. ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ടേംസും കാര്യങ്ങളും മാത്രമായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ മോഡ്യൂൾ സെക്കൻഡ് തുടങ്ങുന്നത് തന്നെ ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. ലിറ്ററേച്ചറിനെ ഇവർ പറഞ്ഞിരിക്കുന്നത് ലിറ്ററേച്ചർ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ വർക്ക്സ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടൺ വർക്ക്സിൻ്റെ ഒരു ഗ്രൂപ്പാണെന്ന് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ദ നെയിം ഹാസ് ട്രഡീഷണലി ബീൻ അപ്ലൈഡ് ടു ദോസ് ഇമാജിനേറ്റീവ് വർക്ക്സ് of poetry and prose distinguished by the intentions of their authors and the perceived aesthetic excellency of their execution. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇമാജിനേറ്റീവ് വർക്ക്സ് ഓഫ് പോയട്രി ആൻഡ് പ്രോസ് വർക്ക് ആവാം, പോയട്രി വർക്ക് ആവാം, എന്ത് തന്നെയായാലും ഇമാജിനേറ്റീവ് വർക്ക്സ് ആണ്. അതിലുള്ള വ്യത്യാസം എന്താണ്? ഓരോ വർക്കും മറ്റുള്ളതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ ദി ഇൻറ്റൻഷൻസ് ഓഫ് ദെയർ ഓതേഴ്സ്. ഇപ്പം ഞാനൊരു ബുക്ക് എഴുതുമ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ ആയിരിക്കത്തില്ല മറ്റൊരാൾ എഴുതുന്ന ബുക്ക്. അപ്പോൾ ഓതേഴ്സിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് വ്യത്യസ്തതയുള്ള റിട്ടൺ വർക്ക്സ്, അത് പോയട്രി ആകാം, പ്രോസ് ആകാം, ഇമാജിനേറ്റീവ് വർക്ക്സ് ആൻഡ് ദ പെർസീവ്ഡ് എസ്തെറ്റിക് എക്സലൻസി ഓഫ് ദെയർ എക്സിക്യൂഷൻ. ഞാനതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഇത്രയുമേ ഉള്ളൂ. റിട്ടൺ വർക്ക്സ് ആണ്, ഇമാജിനേറ്റീവ് വർക്കാണ്, പ്രോസ് വർക്ക് ആകാം, പൊയട്രി ആകാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓതേഴ്സിനെ അനുസരിച്ച്, ഓതേഴ്സിൻ്റെ ഇൻറ്റൻഷൻ വേറെയാണ്, അവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി വേറെയാണ്. ഇതിനനുസരിച്ച് വ്യത്യസ്തതയുള്ള റിട്ടൺ വർക്ക്സ് ആണ് എന്തെന്ന് പറയുന്നത് ലിറ്ററേച്ചർ എന്നവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ആ ഒരു വേർഡിൻ്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലിറ്ററേച്ചർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ലിറ്റേറ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ആ ഒരു കാര്യം കൂടെ ഇതിൽ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ഈ ലിറ്റേറ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് ഡെഫിനിഷൻസും കൊടുത്തിട്ടുണ്ട് ലിറ്ററേച്ചറിൻ്റെ. എന്നാലും മെയിനായിട്ട് ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ആ വേർഡിൻ്റെ ഒറിജിനും ഈ പറയുന്നതാണ്. ഇനി അടുത്തതായിട്ട് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി എന്നും പറഞ്ഞിട്ട് കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു ടേം അല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ വായിച്ചോളൂ. അതിൽ എലൈറ്റ് ലിറ്ററേച്ചർ, ഫോക്ക് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക. ഇത്രയുമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ലിറ്ററേച്ചറും സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻ, അതിൻ്റെ ഒരു ഒറിജിൻ മുതലുള്ള ആ ടൈം തൊട്ടുള്ള അതിൻ്റെ കണക്ഷനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് വായിക്കുക. അതിനുശേഷം ഇത് ടേംസ് ആയിട്ട് അവരെടുത്ത് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ടൈപ്സ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറേ. ടെക്സ്റ്റ് ടൈപ്പിൽ ടെക്സ്റ്റ് എന്താണ് എന്ന് ആദ്യം അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എ ടെക്സ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് യു റീഡ് ഓർ ക്രിയേറ്റ്. അപ്പോൾ ടെക്സ്റ്റ് എന്താണ്? നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പീസ് ഓഫ് റൈറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് എന്താണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ദ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ പർപ്പസ്, സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ് ഫീച്ചേഴ്സ്. ഓരോ ടെക്സ്റ്റിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പല ഗ്രൂപ്പിലും എടുത്തിരിക്കുന്നു. അത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ അതിൻ്റെ പർപ്പസ് എന്താണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, അതിലെ ലാംഗ്വേജ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ടെക്സ്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്സ്റ്റ് ഈസ് ദ വൺ ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ് പർപ്പസ് ആൻഡ് മീനിങ്. ഇതിൽ തന്നെ ഏറ്റവും മെയിനായിട്ട് ടെക്സ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ടെക്സ്റ്റ് പർപ്പസ് ആൻഡ് മീനിങ്. അതിൻ്റെ പർപ്പസും മീനിങ്ങും എന്താണ് എന്നുള്ളതിൻ്റെ ബേസിലാണ് ടെക്സ്റ്റിനെ മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ക്ലാസിഫിക്കേഷനിൽ പെടുന്ന കാറ്റഗറീസ് ആണ് ഏതൊക്കെ? എക്സ്പോസിറ്ററി ടെക്സ്റ്റ്, നെറേറ്റീവ് ടെക്സ്റ്റ്, ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ടൈപ്സിൽ മെയിനായിട്ട് നമ്മൾ ഏതൊക്കെയാണ് പറയുന്നത്? എന്തിൻ്റെ ബേസിൽ? അതിൻ്റെ സ്ട്രക്ചർ, പർപ്പസ് എന്താണ്, മീനിങ് എന്താണ് എന്നുള്ളതിൻ്റെ ബേസിൽ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് എക്സ്പോസിറ്ററി ടെക്സ്റ്റ്, ഒന്ന് നെറേറ്റീവ് ടെക്സ്റ്റ്, ഒന്ന് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്താണെന്ന് ആദ്യം പറയുകയാണ്. ആൻ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷണൽ text that provides factual information about a topic using a clear non-narrative organizational structure with a major topic and supporting information. എന്താണ് ഒരു എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷണൽ ടെക്സ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷണൽ ടെക്സ്റ്റ് ആണെന്ന്. അതായത് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എത്തരത്തിലുള്ള ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാക്ച്വൽ ഇൻഫർമേഷൻ അബൌട്ട് എ ടോപ്പിക്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ നമ്മൾ ഇമാജിനേറ്റീവിൽ നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്.
ഫാക്റ്റാണ് നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഫാക്ച്വൽ ഇൻഫർമേഷൻ തരുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഫാക്ച്വൽ ഇൻഫർമേഷനാണ് നമുക്ക് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏത് ലാംഗ്വേജിൽ എത്തരത്തിലാണെന്ന് വെച്ചാൽ യൂസിങ് എ ക്ലിയർ നോൺ നെറേറ്റീവ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇത്തരത്തിൽ നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് വിത്ത് എ മേജർ ടോപ്പിക് ആൻഡ് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ മറ്റ് മേജർ ടോപ്പിക്സോ ഉപയോഗിച്ച് ഈ ഒരു ലാംഗ്വേജിൽ നമ്മളിലേക്ക് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ടെക്സ്റ്റ് ചെയ്യുന്നത്, എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ written to provide information about a topic including a historical or scientific topic. എന്താണ് നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പോസിറ്ററി ടെക്സ്റ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എന്തും ഇൻക്ലൂഡഡ് ആയിരിക്കും, എ ഹിസ്റ്റോറിക്കൽ ഓർ സയൻറ്റിഫിക് ടോപ്പിക്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടോപ്പിക് കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് ഈ എക്സ്പോസിറ്ററി ടെക്സ്റ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, പ്രിസൈസ് ആയിരിക്കും, ഫോക്കസ്ഡ് ഓൺ ദി സബ്ജക്ട്, യൂസ് ഡൊമൈൻ സ്പെസിഫിക് വൊക്കാബുലറി റാദർ ദാൻ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. നമ്മൾ സാഹിത്യത്തിൽ എഴുതുന്ന ആ ലാംഗ്വേജ് ഒന്നുമല്ല എക്സ്പോസിറ്ററി ടെക്സ്റ്റിലുള്ളത്. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും എക്സ്പോസിറ്ററി ടെക്സ്റ്റ്. ഇനി ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, റിട്ടൺ ഇൻ പാരഗ്രാഫ്സിൽ എഴുതുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ എക്സ്പോസിറ്ററി ടെക്സ്റ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്സ്, ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്സ്, ഇൻ്റർവ്യൂസ് ആൻഡ് എസ്സേയ്സ്. ഇതാണ് എന്ത് എക്സ്പോസിറ്ററി ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ്. ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് റിക്വയർ ദ റൈറ്റർ ടു ഇൻവെസ്റ്റിഗേറ്റ് എ ടോപ്പിക്. മറ്റേത് നമുക്കൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് വന്ന് പ്രൊവൈഡ് ചെയ്തു. ഇവിടെ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റിൽ ഓതർ എന്ത് ചെയ്യണം, റൈറ്റർ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് എ ടോപ്പിക്. ഒരു ടോപ്പിക്ക് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, കളക്ട്, generate and evaluate evidence and establish a position on the topic in a concise manner. എന്നിട്ട് എന്താ ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഡേറ്റ കളക്ട് ചെയ്ത് പുതിയ രീതിയിൽ ജനറേറ്റ് ചെയ്ത് ആൻഡ് ഇവാലുവേറ്റ് എവിഡൻസ്, അതിൻ്റെ എവിഡൻസിൻ്റെ ബേസിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മളിലേക്ക് അതിൻ്റെ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് ആ ഇൻഫർമേഷൻ എത്തിക്കേണ്ടത്. ദ സ്ട്രക്ചർ ഓഫ് ദ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് ഈസ് യൂഷ്വലി ആസ് ഫോളോസ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. A clear, concise and defined thesis statement that occurs in the first paragraph. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തായിരിക്കും കൊടുക്കുന്നത്, എന്താണ് ആ ടോപ്പിക് എന്നുള്ളത്. നമ്മളൊരു ടോപ്പിക് ഒരു തീസിസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയത്തില്ലേ, അതായിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നത്, എന്താണിതെന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആൻഡ് ലോജിക്കൽ ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. അതായത് നമ്മളിപ്പം ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് സെക്കൻഡിൽ, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ബോഡി പാർട്ടിലേക്ക് പിന്നെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോഴത്തേന് ചില കേസസിൽ ഒരു കണക്ഷൻ ഇല്ലാതെ അങ്ങ് പോകുന്നതായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനിടയിൽ ആ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് കാണും. ആ ഒരു ലോജിക്കൽ ട്രാൻസിഷനാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആൻഡ് ലോജിക്കൽ ട്രാൻസിഷൻ. ഇനി അടുത്ത ബോഡി പാരഗ്രാഫ് ദാറ്റ് ഇൻക്ലൂഡ് എവിഡൻഷ്യൽ സപ്പോർട്ട്. ഇനി ബോഡി പാരഗ്രാഫ്സിൽ അവർ എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കും, എവിഡൻഷ്യൽ സപ്പോർട്ട്. അവരുടെ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എവിഡൻസസ് കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ബോഡി അതുപോലെ ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത എവിഡൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത്, ഫാക്ച്വൽ, ലോജിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, അനക്ഡോട്ടൽ. അതായത് നമ്മുടെ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കുറേ എവിഡൻസ് എടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. അതെന്തായിരിക്കും, ഫാക്ച്വലായിരിക്കും, ലോജിക്കലായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കലായിരിക്കും, അനക്ഡോട്ടലായിരിക്കും. അതായത് ചുമ്മാതെ പറയുന്നതായിരിക്കത്തില്ല, അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ എവിഡൻസ് ആയിട്ട് പറയുന്നതും. ഇനി പറയുന്ന അടുത്ത പോയിന്റ്, എ കൺക്ലൂഷൻ ദാറ്റ് ഡസ് നോട്ട് സിംപ്ലി റീസ്റ്റേറ്റ് ദ തീസിസ് ബട്ട് റീ അഡ്രസ്സസ് ഇറ്റ് ഇൻ ലൈറ്റ് ഓഫ് ദ എവിഡൻസ് പ്രൊവൈഡ്. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്ത് എവിടെ തുടങ്ങിയോ ആ ഒരു തീസിസ് പിന്നെയും ഒന്ന് റീസ്റ്റേറ്റ് ചെയ്തങ്ങ് പോവുകയാണ്. പക്ഷേ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റിൽ അത് അതുപോലെ റീസ്റ്റേറ്റ് ചെയ്ത് നിർത്തുകയല്ല ചെയ്യുന്നത്, അതിനെ റീ അഡ്രസ്സ് ചെയ്യുകയാണ്. എങ്ങനെ, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത എവിഡൻസസ് എല്ലാം വെച്ചുകൊണ്ട് അത് കറക്റ്റായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് നിർത്തുന്നത്. ഇതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും. റൈറ്റർ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ടോപ്പിക്കിനെ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു ഡെഫിനേഷൻ അല്ല, എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആൻ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് ഈസ് എ പീസ് ഓഫ് റൈറ്റിംഗ്
that presents argument about both sides of an issue. ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എ പീസ് ഓഫ് റൈറ്റിംഗ്. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ് അബൌട്ട് ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇഷ്യൂ. ഏതെങ്കിലും ഒരു ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ്സിനെ ആർഗ്യുമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിലെ രണ്ട് സൈഡിനെയും കുറിച്ച് വാദിക്കുക എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ്സിനെയും പ്രസൻറ്റ് ചെയ്യുക ആ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് വേയിലൂടെ. ഇറ്റ് കുഡ് ബി ദാറ്റ് ബോത്ത് സൈഡ്സ് ആർ പ്രസൻറ്റഡ് ഈക്വലി ബാലൻസ്ഡ്. ഇത് നമുക്ക് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആ ടോപ്പിക്കിൻ്റെ രണ്ട് സൈഡ്സും കാണിക്കാം, ഈക്വലായിട്ട് കാണിച്ചുകൊണ്ട്, അതായത് ഒരു സൈഡിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ രണ്ട് സൈഡിനെയും ഈക്വലി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ പ്രസൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓർ ഇറ്റ് കുഡ് ബി ദാറ്റ് വൺ സൈഡ് ഈസ് പ്രസൻറ്റഡ് മോർ ഫോഴ്സ്ഫുള്ളി ദാൻ ദി അതർ. ഒന്നുകിൽ ഒരു സൈഡിനെ കൂടുതൽ ഫോഴ്സ്ഫുള്ളി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. ഇതാണ് എന്തെന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോസിറ്ററി ടെക്സ്റ്റായി, ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റായി. അടുത്തതെന്ന് പറയുന്നത് നെറേറ്റീവ് ടെക്സ്റ്റ്. നെറേറ്റീവ് ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് എ നെറേറ്റീവ് ടെക്സ്റ്റ് എൻ്റർടൈൻസ്, ഇൻസ്ട്രക്ട്സ് ഓർ ഇൻഫോംസ് റീഡേഴ്സ് ബൈ ടെല്ലിങ് എ സ്റ്റോറി. നമ്മൾ നേരത്തെ പഠിച്ച രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. നെറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്താണ്? എൻ്റർടൈൻ ചെയ്യുക, ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ഓർ ഇൻഫോം റീഡേഴ്സ് ബൈ ടെല്ലിങ് എ സ്റ്റോറി. ഏതെങ്കിലും ഒരു സ്റ്റോറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വായിക്കുന്നവർക്ക് ഒരേ ടൈമിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നെറേറ്റീവ് ടെക്സ്റ്റ് ചെയ്യുന്നത്. നെറേറ്റീവ് ടെക്സ്റ്റ് മേ ഡീൽ വിത്ത് ദ ഇമാജിനറി ഓർ റിയൽ വേൾഡ് ആൻഡ് ക്യാൻ ബി ഫിക്ഷണൽ. അതായത് ഫെയറി ടെയിൽസ് ആകാം, നോവൽസ് ആകാം, സയൻസ് ഫിക്ഷൻ ആകാം, ഹൊറർ ഓർ അഡ്വഞ്ചർ സ്റ്റോറീസ് ആകാം, ഫേബിൾസ് ആകാം, മിത്സ് ആകാം, ലെജൻഡ്സ് ആകാം. അപ്പോൾ എന്താ പറയുന്നത്? നെറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ റിയൽ വേൾഡ് അല്ലെങ്കിൽ ഫിക്ഷണൽ വേൾഡിനെ കുറിച്ച് കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നോൺ ഫിക്ഷണലാവാം. നോൺ ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾസ് ആകാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടാകാം, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ആകാം, ഇതിൽ എന്ത് തന്നെയും ആകാം. പക്ഷേ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? വായിക്കുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റും ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെറേറ്റീവ് ടെക്സ്റ്റിൻ്റെ രീതി. ഇനി ഇതിൽ അടുത്തതായിട്ട് റിയാലിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അക്കോർഡിംഗ് ടു കോഗ്നിറ്റീവ് സ്റ്റഡീസ്, കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു നോളജ്, വിസ്ഡം ആ ഒരു രീതിയിലാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു കോഗ്നിറ്റീവ് സ്റ്റഡീസ്, റിയാലിറ്റി എൻറ്റേഴ്സ് അവർ കോൺഷ്യസ്നസ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ന്യൂറോളജിക്കൽ, ബോഡിലി ഫങ്ഷൻസ് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേ വി സീ ആൻഡ് ഇൻ്റർപ്രെറ്റ് തിങ്സ്. ഇനി കോഗ്നിറ്റീവ് സ്റ്റഡീസിൻ്റെ ബേസിലും റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യം എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ന്യൂറോളജിക്കൽ എന്ന് വെച്ചാൽ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലും, ആൻഡ് ബോഡിലി ഫങ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ അറിയുന്നു എന്ന് പറയുമല്ലോ. അതായത് നമ്മുടെ കണ്ണ് വെച്ച് കാണുന്നു അല്ലെങ്കിൽ സ്കിന്ന് വെച്ച് നമ്മൾ അറിയുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതാണ് ഈ ബോഡിലി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേ വി സീ ആൻഡ് ഇൻ്റർപ്രെറ്റ് തിങ്സ്. നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇപ്പം ഞാൻ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കത്തില്ല ബാക്കിയുള്ളവർ നോക്കിക്കാണുന്നത്. അത് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ആ രീതിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് കൂടെ അതിനെ എഫക്റ്റ് ചെയ്യും. ഇത്തരത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാണുന്ന എന്തൊരു കാര്യത്തെയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യും? നമ്മുടെ ന്യൂറോളജിക്കൽ നെർവ്സിലൂടെയും ബോഡിലി ഫങ്ഷൻസിലൂടെയും കൾച്ചറൽ ഫാക്ടേഴ്സ്, ഈ പറയുന്നതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തിനെയും പെർസീവ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു വർക്കിൻ്റെ പേര് കൂടെ പറയുന്നുണ്ട്, ദ നറേറ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ജെറോം ബ്രൂണറിൻ്റെ ഒരു വർക്കിൻ്റെ പേരോട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, ദ നറേറ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ബൈ ജെറോം ബ്രൂണർ. അതിൽ അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മെമ്മറീസിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസസോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദി ഫോം ഓഫ് നറേറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. നറേറ്റീവ് രൂപത്തിലായിരിക്കും നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതൊരുപക്ഷെ മിത്സ് ആകാം, എക്സ്ക്യൂസസ് ആകാം, റീസൺസ് ആയിരിക്കാം. നമ്മൾ ഒരു കാര്യം ചെയ്തതിനും ചെയ്യാത്തതിനുമുള്ള റീസൺസിൻ്റെ ഫോമിലായിരിക്കാം, എക്സ്പ്ലനേഷൻസിൻ്റെ രൂപത്തിലായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിലായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഫിഗർ കാണിക്കുന്നുണ്ട്, നെറേറ്റീവ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ സെയ്മർ ചാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. പിന്നെ ആ ഒരു ഫിഗറിൻ്റെ ബേസിൽ നെറേറ്റീവ് എന്ന് പറയുന്നതിനെ അദ്ദേഹം ടോട്ടലി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ യൂസിങ്
സയൻസ് ഇൻ പർട്ടിക്കുലർ സീക്വൻസസ്. എന്താണ് നറേഷൻ എന്ന് വെച്ചാൽ, നറേറ്റീവ് എന്ന് വെച്ചാൽ ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ യൂസിങ് സയൻസ് ആണ്. സയൻസ് ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നറേറ്റീവ് എന്ന് പറയുന്നത്. ആ സയൻസ് ചിലപ്പോൾ വേർഡ്സ് ആകാം, സൗണ്ട്സ് ആകാം, വിഷ്വൽസ് ആകാം, ജെസ്റ്റേഴ്സ് ആകാം. അതെല്ലാം ചുമ്മാതെ അങ്ങ് നമ്മൾ വെറുതെ അങ്ങ് കുറേ ആക്ഷൻ കാണിക്കുകയല്ല, ഇൻ എ പർട്ടിക്കുലർ സീക്വൻസ്, ഒരു സീക്വൻഷ്യൽ രീതിയിൽ ഇത് ഈ പറയുന്ന ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ വേർഡ്സ്, സൗണ്ട്സ്, വിഷ്വൽസ്, ജെസ്റ്റേഴ്സിലൂടെ ഒരു ആക്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, നറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, അവർ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേൾഡ് ത്രൂ ദ യൂസ് ഓഫ് സയൻസ്. എന്താ നറേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വേൾഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ത്രൂ ദ യൂസ് ഓഫ് സയൻസ്, ഈ പറയുന്ന രീതിയിലൂടെ നമ്മൾ ഓരോ കാര്യത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനാണ് നമ്മൾ നറേറ്റീവ് എന്ന് പറയുന്നത് എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയാലിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള ആ ഒരു ടീമിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നെറേറ്റീവ് ഫോമിലാണെന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത റെപ്രസെൻറ്റേഷനിലേക്ക് വരികയാണ്. റെപ്രസെൻറ്റേഷൻ ക്യാൻ സീക്ക് ടു പ്രൊവൈഡ് റിയാലിറ്റി ഇൻ 2 ways. റെപ്രസെൻറ്റേഷൻസ് റിയാലിറ്റിയെ 2 രീതിയിലാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 ടേംസ് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസാണ്. ഒന്ന് എന്താണ്, മിമസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടേമിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മിമസിസ് എന്ന് പറയുന്ന സ്പെല്ലിങ് MIMESIS ആണ് മിമസിസ്. അപ്പോൾ മിമസിസ് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം. മിമസിസ് ഓർ ഇമിറ്റേഷൻ. മിമസിസിൻ്റെ വേർഡ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇമിറ്റേഷൻ വാസ് എൻ ഐഡിയ ഫസ്റ്റ് സജസ്റ്റഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. മിമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഗ്രീക്ക് ഫിലോസഫേഴ്സായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. ഇനി പ്ലേറ്റോയുടെ മിമസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലേറ്റോ ആർഗ്യൂഡ് ദാറ്റ് എ പോയറ്റ് ഹു ഡിസ്ക്രൈബ്സ് എ ബർഡ് ഇൻ ഹിസ് പോയം ഇസ് നോട്ട് ട്രൂ ടു ദ ഒറിജിനൽ. ഇനി അതിനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ് പ്ലേറ്റോ പറഞ്ഞ കാര്യം. ഒരു ബർഡിനെ തൻ്റെ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോയറ്റിനെ സംബന്ധിച്ച് ആ ബെഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്തല്ല, നോട്ട് ട്രൂ ടു ദി ഒറിജിനൽ ബെഡിനെ കുറിച്ച് അല്ലല്ലോ അദ്ദേഹം പറയുന്നത്. ഒറിജിനൽ ബെഡ് എന്ന് പറയുന്നത് ഒരു കാർപ്പൻറ്റർ ക്രിയേറ്റ് ചെയ്തതായിരിക്കും ഒരു ബെഡ് എന്ന് പറയുന്നത്. ആ ബെഡ് അല്ലല്ലോ, ഇത് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കണ്ടതല്ലേ, അപ്പോൾ ഒറിജിനൽ അല്ല. ദ ഒറിജിനൽ ബെഡ് ആർഗ്യൂസ് പ്ലേറ്റോ ഈസ് എൻ ഐഡിയൽ ആൻഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ഹെവൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ഒറിജിനൽ ബെഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഹെവനിൽ മാത്രമാണ് എന്ന് പറയാണ്. ബട്ട് ദ കാർപ്പൻറ്റർ ഹു മേക്സ് ദ ബെഡ് ഈസ് ക്ലോസർ ടു ദ ട്രൂ നേച്ചർ ഓഫ് ദ ബെഡ് ബിക്കോസ് ഹി മേക്സ് ഇറ്റ്. കാർപ്പൻറ്റർ ക്രിയേറ്റ് ചെയ്ത ബെഡും റിയൽ അല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇപ്പോൾ ബെഡ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട് എന്താണ് ബെഡ് എന്നുള്ളത്. അപ്പോൾ അതേ ഐഡിയ വെച്ചിട്ട് കാർപ്പൻറ്റർ ഒരു ബെഡിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലെത്തിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ബെഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ ഏതാണ്, കാർപ്പൻറ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ബെഡ്. അപ്പം നമ്മൾ ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ 2 വട്ടം നമ്മൾ കണ്ടതിൽ നിന്ന് 3ാമത്തെ വട്ടമായിരിക്കും നമ്മളീ പറയുന്നത്. അതുകൊണ്ട് എന്താ പറയാം, ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദി റിയാലിറ്റി എന്നൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട് മിമസിസിന്. അതായത് ഈ ട്വൈസ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആദ്യം ബെഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ട്, അതുപോലൊരു കോൺസെപ്റ്റ് മൈൻഡിലുള്ള കാർപ്പൻറ്റർ ക്രിയേറ്റ് ചെയ്ത ബെഡ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 2 വട്ടമായില്ലേ, പിന്നെ ഇതിനെ ആയിരിക്കത്തില്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി എന്ന് പറയുന്നതാണ് ഈ മിമസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി പ്ലേറ്റോ ആണ് ഇങ്ങനെ പറയുന്നത്, ദ പോയറ്റ് ഹു ഓൺലി ഡിസ്ക്രൈബ്സ് എ ബെഡ് ഈസ് ഫാർ റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി ഓഫ് ദ ബെഡ് ബിക്കോസ് ഹി ഡസ് നോട്ട് മേക്ക് ഇറ്റ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ബെഡിനെ കുറിച്ച് പറയുന്ന പോയിറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് റിയാലിറ്റിയിൽ നിന്നും അകലെയാണ്. അതാ പറയുന്നത് ഫാർ റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി ഓഫ് ദ ബെഡ് ബിക്കോസ് ഹി ഡസ് നോട്ട് മേക്ക് ഇറ്റ്. അദ്ദേഹം ഒരു മൈൻഡിലുള്ള കോൺസെപ്റ്റ് കാർപ്പൻറ്റർ നിർമ്മിച്ചത് അതിനെക്കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിയാലിറ്റിയിൽ നിന്ന് അദ്ദേഹം അകലെയാണ്. Thus Plato speaks of a degree within mimesis, how close the imitation is to the original. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് എത്രത്തോളം നമ്മൾ എന്തായാലും ചെയ്യുന്നത് ഇമിറ്റേഷനാണ്, ആ ഇമിറ്റേഷൻ എത്ര കണ്ട് ക്ലോസ് ആയി വരുന്നു റിയാലിറ്റിയോട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മിമസിസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. പ്ലേറ്റോ വെൻറ്റ് ഓൺ ടു ആർഗ്യൂ ദാറ്റ് ദ ബെറ്റർ ദ പോയറ്റ് ദ ക്ലോസർ ദ പോയറ്റ്സ് ഡിസ്ക്രിപ്ഷൻ വിൽ ബി ടു റിയാലിറ്റി. പ്ലേറ്റോ എന്താ പറയുന്നത്, എത്രത്തോളം പോയറ്റ് റിയാലിറ്റിയുമായി അടുത്ത് നിൽക്കുന്നോ അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ഇമിറ്റേഷനും അടുത്ത് നിൽക്കും എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ മോഡിഫൈഡ് ദിസ് ആർഗ്യുമെൻറ്റ്. ഇനി അരിസ്റ്റോട്ടിൽ ഒന്ന് അതിനെ മോഡിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്.
പോയറ്റ്സ് ജോബ് ഈസ് നോട്ട് ടു സിംപ്ലി ഇമിറ്റേറ്റ് ദ ഒറിജിനൽ. പോയറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് എടുത്ത് വെച്ചിട്ട് അതിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ല, ബട്ട് ടു ഇംപ്രൂവ് ഇറ്റ്. അതിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ അതിൽ കാണിക്കണം, കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ദസ് ആർട്ട് മസ്റ്റ് ഓൾവേസ് സീക്ക് ടു അറ്റൈൻ ദ പെർഫെക്റ്റ് മോഡൽ ഓഫ് എനി ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ശ്രമിക്കേണ്ടത് എന്താണ്? ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പെർഫെക്റ്റ് മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിരിക്കണം ശ്രമിക്കേണ്ടത്. ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് മിമസിസ് ഹാസ് എ വെരി യൂസ്ഫുൾ പർപ്പസ്. അതുകൊണ്ട് തന്നെ മിമസിസിന് ഒരു യൂസ്ഫുൾ പർപ്പസ് ഉണ്ട്. വെൻ എ ട്രാജിക് പ്ലേ ഇമിറ്റേറ്റ്സ് ഹ്യൂമൻ ലൈഫ്, ആ യൂസ്ഫുൾ പർപ്പസ് ആണ് ഇനി പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണ്, ഒരു ട്രാജിക് പ്ലേ നമ്മുടെ മുന്നിലേക്ക് ഇമിറ്റേറ്റ് ചെയ്ത് എത്തിക്കുമ്പോൾ എന്തിനെക്കുറിച്ചുള്ള ഹ്യൂമൻ ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടൊരു ട്രാജിക് പ്ലേ നമ്മൾ കാണുമ്പോൾ, സ്റ്റേജിൽ കാണുമ്പോൾ, ഇറ്റ് റിവീൽസ് എ സർട്ടൺ ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ നേച്ചർ ടു അസ്. എന്താ, നമ്മൾ മനുഷ്യൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊരു റിയൽ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് അതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. വാട്ട് മിമസിസ് ഡസ് ഈസ് ടു കൺവിൻസ് അസ് ഓഫ് ദ റിയാലിറ്റി ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ. അപ്പോൾ മിമസിസിലൂടെ, അതായത് ആ ഇമിറ്റേഷനിലൂടെ, ഹ്യൂമൻ ലൈഫിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ കണ്ടീഷൻ്റെ റിയാലിറ്റി നമ്മളിലേക്ക് എത്തിക്കുകയാണ്, നമ്മൾ കാണുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെയർ ബൈ ഹെൽപ്പ് അസ് ടു എക്സ്പീരിയൻസ് എ റിലീഫ്. അതുവഴി നമ്മളിലൊരു റിലീഫ് ഉണ്ടാക്കാൻ ഇതിന് കഴിയുന്നു എന്ന് പറയുന്നു. ഈ റിലീഫിനാണ് കത്താർസിസ് എന്നൊരു ടേം ഉണ്ട്. കത്താർസിസ് എന്ന് വെച്ചാൽ പ്യൂരിഫിക്കേഷൻ എന്നുള്ള മീനിങ്, പർഗേഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. എന്താ, ഈ ഒരു റിലീഫിനാണ് കത്താർസിസ് എന്ന് പറയുന്നത്. ഇത് റിയൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നല്ലോണം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു റിലീഫ്, നമ്മുടെ ഇമോഷൻസ് എല്ലാം പ്യൂരിഫൈ ചെയ്തു പോകുക എന്ന് പറയത്തില്ല, അതാണ് കത്താർസിസ് എന്ന് പറയുന്നത്. കത്താർസിസ് ഈസ് ദി എഫക്റ്റ് ഓഫ് മിമസിസ്. മിമസിസിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന എഫക്റ്റാണ് എന്തെന്ന് പറയുന്നത്? കത്താർസിസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതെല്ലാം മിമസിസ് എന്ന് പറയുന്ന ടേമിനെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ പറഞ്ഞു ഒന്ന് റിയാലിറ്റിയിൽ നിന്ന് ഫാർ റിമൂവ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ, ഇമിറ്റേഷൻ എന്ന് പറയുന്നത് എത്ര കണ്ട് റിയാലിറ്റിയുമായി ഒത്തു നിൽക്കുന്നോ അത്ര കണ്ട് വർക്ക് അത്ര റിയൽ ആകുമെന്ന് പറഞ്ഞു. അടുത്ത അരിസ്റ്റോട്ടിൽ വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു പോയിറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്, അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൽ നിന്നല്ല, പിന്നെ ഒരു കത്താർസിസ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി മൊത്തത്തിൽ എന്താണ് മിമസിസ് എന്ന് ചോദിച്ചാൽ, മിമസിസ് ഈസ് ദി ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. മിമസിസ് എന്ന് വെച്ചാൽ എന്താണ്? റിയാലിറ്റിയെ ഡയറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിമസിസ്. അപ്പോൾ നിങ്ങളോട് മിമസിസ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ഏത് ഡെഫിനേഷനാണ് കൊടുക്കേണ്ടത്? ദ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും വാദങ്ങളൂടെ എഴുതി വെക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. മിമസിസ് എന്ന് വെച്ചാൽ ഇമിറ്റേഷനാണ്, അതായത് റിയാലിറ്റിയെ ഡയറക്റ്റായിട്ട് നമ്മളോട് വന്ന് പറയുക, അതാണ് മിമസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമിറ്റേഷൻ തന്നെ, പക്ഷേ എന്നാലും നമ്മളിലേക്ക് ഒരു സ്പേസ് വിട്ടു തരികയല്ല ചെയ്യുന്നത്, അതിനെ ഡയറക്റ്റ് എന്താണോ അവർ കണ്ടത് അതിനെ ഡയറക്റ്റ് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നു, അതാണ് മിമസിസ്. ഇനി ഡൈജസിസ് എന്ന് പറയുന്ന രണ്ടാമത്തൊരു ടേം കൂടെ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, മിമസിസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മിമസിസ് എന്ന് വെച്ചപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് ഒരു കാര്യത്തെ എത്തിച്ചു. ഡൈജസിസ് എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇൻ എ നോവൽ ഓർ സ്റ്റോറി ദ ഓതർ മൈറ്റ് ഡയറക്ട്ലി ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഹാപ്പനിങ് ആൻഡ് പ്രൊസീഡ് ടു ഷോസ് വാട്ട് ദ ക്യാരക്ടർ ഈസ് ഫീലിംഗ് ഓർ തിങ്കിങ്. ദിസ് ഈസ് മിമസിസ്. ഇപ്പോൾ ഒരു സ്റ്റോറി വന്നിട്ട് ഡയറക്റ്റായിട്ട് പറയുകയാണ്, ക്യാരക്ടർ എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് തിങ്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമ്മളടുത്ത് ഡയറക്റ്റായിട്ട് അങ്ങ് വന്ന് പറഞ്ഞാൽ അത് മിമസിസ് ആണ്. ഇനി ദ നോവലിസ്റ്റ് ക്യാൻ ഓൾസോ ചൂസ് ടു നറേറ്റ് ദ ഇവൻറ്റ്സ് ഇൻഡയറക്ട്ലി. ഇതേ കഥ തന്നെ ഓതറിന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയാൻ കഴിയും. The narrator of the story might tell the story and leave us to discover the character's feelings and thoughts. അതായത് സ്റ്റോറി നമ്മളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് അതിലെ ക്യാരക്ടേഴ്സ് എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് തിങ്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറയുകയാണ്. അത് ഒരിക്കലും ഡയറക്റ്റായിട്ട് നറേറ്റർ പറയില്ല, നമുക്ക് തരുകയാണ് അവിടെ സ്പേസ്. നമ്മൾ കണ്ടുപിടിക്കണം അതിലെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ എന്തായിരിക്കും പോകുന്നത്, ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡൈജസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മിമസിസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളോട് വന്ന് ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നതാണ് മിമസിസ്. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ഡൈജസിസ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. നമ്മളിൽ ഇൻഡയറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായത് കാണുന്ന നമ്മുടെ ഡ്യൂട്ടിയാണ് എന്താണ് അതിൽ വരാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് മിമസിസും ഡൈജസിസും എന്ന് പറയുന്നത്. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നറേറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കാം.
ഇനി ഇതിൽ പറയുന്നതായിട്ട് ഇനി നറേഷൻ ഇൻ ലിറ്ററേച്ചർ ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. എങ്ങനെയാണ് ലിറ്ററേച്ചറൽ നറേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ 2 ടേംസ് വരുന്നത് റിയൽ ആൻഡ് ഇംപ്ലൈഡ് ഓതർ, അങ്ങനെ 2 ടേംസ് വരുന്നുണ്ട്. അതിൽ റിയൽ ഓതർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഇംപ്ലൈഡ് ഓതർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു വന്നാൽ റിയൽ ഓതർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബുക്കിനെ എഴുതുന്ന ആ ഒരു പേഴ്സൺ ഉണ്ട്, അതായത് റിയൽ ആയിട്ടുള്ള ഒരാളുണ്ട്, അതായത് ഫ്ലഷ് ഉള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെയാണ് നമ്മൾ റിയൽ ഓതർ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ഒരു ബുക്ക് എഴുതുന്നു. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ ജീവനോടെയുള്ള എൻ്റെ ഈ ഒരു ബോഡി ഉൾപ്പെടുന്ന ഞാനാണ് എന്ത്, റിയൽ ഓതർ എന്ന് പറയുന്നത്. ഇനി ഒരാൾ എൻ്റെ ബുക്ക് വായിക്കുമ്പോൾ അയാൾ ആ കഥകളിലൂടെ മനസ്സിലാക്കുന്ന ഒരു ഓതർ കാണും, ഒരു റൈറ്റർ കാണും. അതാണ് ആരെന്ന് പറയുന്നത്, ഇംപ്ലൈഡ് ഓതർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. റിയൽ ഓതർ എന്ന് പറയുമ്പോൾ ആ വർക്ക് ഇപ്പോൾ പേന എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി, അതാണ് ആരെന്ന് പറയുന്നത്, റിയൽ ഓതർ. ഇംപ്ലൈഡ് ഓതർ എന്ന് പറയുമ്പോൾ ആ വർക്ക് വായിക്കുന്ന ആളുടെ മനസ്സിലൂടെ തെളിയുന്ന ഒരു ഓതർ ഉണ്ടല്ലോ, അതാണ് ഏതെന്ന് പറയുന്നത്, ഇംപ്ലൈഡ് ഓതർ എന്ന് പറയുന്നത്. ഇതിൽ 2 വർക്ക്സിൻ്റെ പേരൂടെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഒന്ന് ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്നൊരു വർക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വെയിൻ സി ബൂത്തിൻ്റെ ദ റെട്ടറിക് ഓഫ് ഫിക്ഷൻ എന്ന് പറയുന്നൊരു വർക്ക് കൂടെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേംസ് ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്തത് നറേറ്റർ എന്ന് പറയുന്നുണ്ട്. നറേറ്റർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദ പേഴ്സൺ ഹൂ ഈസ് ടെല്ലിങ് ദ സ്റ്റോറി വിത്തിൻ ദി നോവൽ. അതായത് ഇപ്പോൾ ഈ നറേറ്ററും ഇംപ്ലൈഡ് ഓതറും റിയൽ ഓതറും തമ്മിൽ തിരിഞ്ഞു പോകരുത്. റിയൽ ഓതറിനെ നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുക, ആ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഉള്ള ആ ഒരു റിയൽ മനുഷ്യൻ, ആ ഒരു വ്യക്തിയാണ് എന്ത്, റിയൽ ഓതർ. അതും അവിടെ മാറ്റി വെക്കുക. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ആ ഒരു റൈറ്റർ, ആ ഒരു ഓതർ, അതാണ് ഇംപ്ലൈഡ് ഓതർ. അപ്പോൾ ഈ നറേറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ സ്റ്റോറി നമ്മളോട് ഒരാൾ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇംപ്ലൈഡ് ഓതറും ഈ പറയുന്ന നറേറ്ററും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈ നമ്മളോട് ആ സ്റ്റോറി പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു നറേറ്റർ, ഒരാളതിൽ കാണുമല്ലോ, അതാണ് ആരെന്ന് പറയുന്നത്, നറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും മറ്റേതുമായിട്ട് തിരിഞ്ഞു പോകരുത്. The narrator could be a character or a voice that stands in for the real flesh and blood novelist. നറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പക്ഷേ ഒരു could be a character or a voice that stands in for the real flesh and blood novelist. എന്താ, ആ റിയൽ ആയിട്ടുള്ള ആ ഫ്ലഷ് ആൻഡ് ബ്ലഡ് നോവലിസ്റ്റിനെ ആ മനുഷ്യന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആ സൗണ്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ആയിരിക്കും ആരെന്ന് പറയുന്നത്, ഈ നറേറ്റർ എന്ന് പറയുന്നത്. There are various kinds of നറേറ്റേഴ്സ്. ഇതിൽ തന്നെ ഈ നറേറ്റർ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ ഇനി പലതായിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്യുകയാണ്. പല ടൈപ്പ് ഓഫ് നറേറ്റേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഹെട്രോ ഡൈജറ്റിക് നറേറ്റർ. അപ്പോൾ എന്താണ് ഹെട്രോ ഡൈജറ്റിക് നറേറ്റർ എന്ന് വെച്ചാൽ, ദിസ് കൈൻഡ് ഓഫ് നറേറ്റീവ് ഈസ് യൂഷ്വലി നോൺ ആസ് ദ തേർഡ് പേഴ്സൺ ഓർ ഓംനിസെൻറ്റ് നറേറ്റീവ്. ഈ ഹെട്രോ ഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നതാണ് എന്തെന്നും അറിയുന്നത്, തേർഡ് പേഴ്സൺ ഓർ ഓംനിസെൻറ്റ് നറേറ്റീവ് എന്ന് പറയുന്നത്. അത് ആരാണെന്ന് വെച്ചാൽ, എ നറേറ്റർ ഹൂ ഈസ് ഔട്ട്സൈഡ് ദ സ്റ്റോറി ഹി ഓർ ഷീ ഈസ് നറേറ്റിംഗ് ഈസ് എ ഹെട്രോഡൈജറ്റിക് നറേറ്റർ. എന്താണ്, ഒരു സ്റ്റോറിയുടെ പുറമേ നിന്നുകൊണ്ട് ഒരു സ്റ്റോറി പറയുന്ന നറേറ്റർ. അതായത് ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിലെ ആ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെടാത്ത ഒരു ക്യാരക്ടർ നമ്മളോട് ആ സ്റ്റോറി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ആരെന്ന് പറയുന്നത്, ഹെട്രോഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഓംനിസെൻറ്റ് നറേറ്റർ എന്ന് പറയുന്നത്. Here the events happens below the narrator. He or she is like a god viewing things happening without interfering. അതായത് ആ ഒരു സ്റ്റോറിയിൽ ഡയറക്റ്റ് ഇടപെടാതെ പുറമേ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും ഹെട്രോഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോഡ് അതിലെ ഒരു ക്യാരക്ടർ ആകുന്നില്ല, അദ്ദേഹം മേളിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നു, നമ്മളോട് പറയുന്നു എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് എന്ത്, ഫസ്റ്റ് നറേറ്റീവ് എന്ന് പറയുന്ന ഹെട്രോഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് sometimes a heterodigetic narrator can narrate a story about other characters but from the inside of the story. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെട്രോഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത് സ്റ്റോറിയിലുള്ള ഒരാളല്ല, പുറമേ നിന്ന് ആ സ്റ്റോറിയെ നോക്കി കണ്ടതിന് ശേഷം നമ്മൾ ഓഡിയൻസിനോട് ഷെയർ ചെയ്യുന്ന ഒരാൾ. ഇനി ചില കേസസിൽ ഹെട്രോഡൈജറ്റിക് നറേറ്ററിന്, ഈ പുറമേ നിൽക്കുന്ന ആൾക്ക് ആ സ്റ്റോറിയിൽ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് നമ്മളോട് ഈ സ്റ്റോറി പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ ഇവർ പറയുന്നത്
പറയുന്നുണ്ട് എമിലി ബ്രോണ്ടിയുടെ വൂദറിംഗ് ഹൈറ്റ്സിൽ മിസ്റ്റർ ലോക്ക്വുഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ മിസ്റ്റർ ലോക്ക്വുഡിന് ആ വൂദറിംഗ് ഹൈറ്റ്സിലെ സ്റ്റോറിയിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ അദ്ദേഹം ആ ഒരു ബുക്കിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുമുണ്ട്. അതായത് ആ സ്റ്റോറിയുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു ബുക്കിലെ ക്യാരക്ടറായിട്ട് വന്നുകൊണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മളോട് പറയുന്ന രീതി, അതാണ് എന്ത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നറേറ്റർ. അതിൻ്റെ പേരെന്താ? ഹെട്രോ ഡൈജറ്റിക് ഇൻട്രാ ഡൈജറ്റിക് നറേറ്റർ. ഒന്നാമത്തത് ഹെട്രോ ഡൈജറ്റിക് നറേറ്റർ എന്ന് പറഞ്ഞു. 2 ഹെട്രോ ഡൈജറ്റിക് ഇൻട്രാ ഡൈജറ്റിക് നറേറ്റർ. അതായത് സ്റ്റോറിയിൽ നിന്നുകൊണ്ട് എന്നാൽ സ്റ്റോറിയിൽ യാതൊരു കണക്ഷനും ഇല്ലാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മളോട് പറയുന്ന ഒരു ക്യാരക്ടർ, അതാണ് ഹെട്രോ ഡൈജറ്റിക് ഇൻട്രാ ഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ നറേറ്ററാണ് ഹോമോ ഡൈജറ്റിക് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഒക്കേഷൻസ് ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ എ മാൻ ഹു ഈസ് ഓൾസോ എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹി ഈസ് നറേറ്റിംഗ്. അതായത് ഇത്രയും പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, ഇതുവരെയ്ക്ക് പറഞ്ഞ രണ്ടിലും ക്യാരക്ടേഴ്സ് അല്ല, ആ സ്റ്റോറിയുമായിട്ട് യാതൊരു കണക്ഷനും ഉള്ളവരല്ല നമ്മളോട് സ്റ്റോറി നറേറ്റ് ചെയ്തത്. ഈ പറയുന്ന ഹോമോ ഡൈജറ്റിക് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ആ സ്റ്റോറിയിലെ ഒരു ക്യാരക്ടറായിരിക്കും നമ്മളോട് ഈ കഥ പറയുന്നത്. അതാണ് പറയുന്നത് ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ എ മാൻ ഹൂ ഈസ് ഓൾസോ എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹീ ഈസ് നറേറ്റിംഗ്. അദ്ദേഹം പറയുന്ന ആ കഥയിലെ ഒരു ക്യാരക്ടർ കൂടിയായിരിക്കും ഈ പറയുന്ന നറേറ്റർ എന്ന് പറയുന്നത്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഹോമോ ഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്. ദ ഹോമോ ഡൈജറ്റിക് നറേറ്റർ ഈസ് ഓഫൺ കോൾഡ് എ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഈ ഹോമോ ഡൈജറ്റിക് നറേറ്ററിനെ തന്നെയാണ് എന്തെന്നും പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒന്നുകൂടുണ്ട്. ഇഫ് ദ ഹോമോ ഡൈജറ്റിക് നറേറ്റർ ഈസ് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ ഓൺ സ്റ്റോറി ദെൻ ഹി ഓർ ഷീ ഈസ് എൻ ഓട്ടോ ഡൈജറ്റിക് നറേറ്റർ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താ ഹോമോ ഡൈജറ്റിക് നറേറ്റർ എന്ന് വെച്ചാൽ അതിലെ ഒരു ക്യാരക്ടറാണ് അതിലെ സ്റ്റോറി പറയുന്നത്. ഇനി ആ ക്യാരക്ടർ പറയുന്നത് സ്വന്തം സ്റ്റോറി തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോ ഡൈജറ്റിക് നറേറ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 ടേംസാണ് ഫാബുല ആൻഡ് സുഷേദ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരുപാട് അല്ലാതെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചോളുക. ഞാൻ ടേംസ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ഫാബുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാബുല റെഫേഴ്സ് ടു ദ ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ എ നറേറ്റീവ്. ഈ നറേറ്റീവ് എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്ന ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതിക്കാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. എന്താ സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ നമുക്ക് അല്ലാതെ പറയാം. അപ്പോൾ സ്റ്റോറി തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ഇവൻറ്റോ എന്തെങ്കിലും ഒന്ന് ആ പറയുന്ന രീതി, അതാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിൽ നറേറ്റീവ് തന്നെ, അതായത് പറയുന്ന രീതി തന്നെ 2 ആയിട്ട് തിരിക്കുകയാണ്. ഒന്ന് ഫാബുല എന്ന് ഉദ്ദേശിക്കുന്നത് ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ എ നറേറ്റീവ്. നമ്മളൊരു കാര്യം ക്രൊണോളജിക്കലി പറയുക എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ നടന്നോ അതേ ഒരു ഓർഡറിൽ പറഞ്ഞു പോകുക എന്ന് പറയത്തില്ലേ, അതാണ് എന്ത് ഫാബുല എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1990 ഒരു കാര്യം നടന്നു, 91 ഒരു കാര്യം നടന്നു, 92 ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഇയറും അതുപോലെ ഫോളോ ചെയ്ത് ഇങ്ങനെ പറയുന്നതാണ് എന്ത് ഫാബുല എന്ന് പറയുന്നത്. ക്രൊണോളജിക്കൽ ഓർഡറിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നത് പറഞ്ഞു പോകുന്നു. നേരെ ഓപ്പോസിറ്റ് അല്ല, സുഷാദ് എന്ന് പറയുമ്പോഴത്തേന് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദോസ് ഇവൻറ്റ്സ്. എന്താ റെപ്രസെൻറ്റേഷൻ ഓഫ് ദോസ് ഇവൻറ്റ്സ്, ദ ഓർഡർ ഇൻ വിച്ച് ദ ഇവൻറ്റ്സ് ആർ പുട്ട് ടുഗദർ ടു മേക്ക് സെൻസ്. ചുമ്മാതെ കുറേ കാര്യങ്ങൾ ഓരോ വർഷവും ഇന്ന കാര്യങ്ങൾ നടന്നു പോയി എന്നൊരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോകാതെ ഒരു സെൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കുക. ഒരു കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാളിൽ ഒരു സെൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് ഓർഡറിലാക്കി പറയുന്നതാണ് സുഷേദ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇപ്പോൾ ചില ഫിലിംസ് കാണുമ്പോഴത്തേന് ഇപ്പോൾ 90 ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരടുത്ത കാണിക്കുന്നത് 95 ഒരു കാര്യമായിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും 92 ഇന്നത് നടന്നത് കൊണ്ടാണ് 95 ഇത് കാണിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സെൻസ് ഉണ്ടാകുന്നത് ഈ ഓർഡറിലാണ്. ഈ സുഷാദ് എന്ന് പറയുന്നതിലാണ് നമുക്കൊരു സെൻസ് ഉണ്ടാകുന്നത്. റീസണും കോസ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് സുഷാദ് എന്ന് പറയുന്നതിലാണ്. ഫാബുല എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓരോ ഇയറിലും ഇന്ന കാര്യങ്ങൾ നടന്നു, പരസ്പരം കണക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോകുന്നു. അതാണ് ഫാബുല ആൻഡ് സുഷാദ് എന്ന് പറയുന്ന 2 ടേംസ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് ഫാബുല ഈസ് ദ സ്റ്റോറി ആൻഡ് സഷേദ് ഈസ് ദി പ്ലോട്ട് എന്ന്. ഫാബുല എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയും സഷേദ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്ലോട്ട് എന്നും പറയുന്നത്. പ്ലോട്ട് ഇല്ലാതെ സ്റ്റോറി ഇല്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇനി അടുത്തത് വ്ളാഡിമിർ പ്രോപ്പ് ആൻഡ് ദ റഷ്യൻ ഫെയറി ടെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അതിൽ കുറച്ച് ടേംസും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വായിച്ചിട്ട് പറയാം. വ്ളാഡിമിർ പ്രോപ്പ് വാസ് എ റഷ്യൻ ഫോർമലിസ്റ്റ് ഹു വർക്ക്ഡ് ഓൺ റഷ്യൻ ഫോക്ക് ടെയിൽസ് ടു ഐഡൻറ്റിഫൈ റെക്കറൻറ്റ് സ്ട്രക്ചേഴ്സ് ഇൻ സച്ച് ടെയിൽസ്.
എന്താ ഈ പറയുന്ന ഫോക്ക് ടെയിൽസിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തിയ ഒരാളാണ് വ്ളാഡിമിർ പ്രോപ്പ് എന്ന് പറയുന്നത്. റഷ്യൻ ഫോർമലിസ്റ്റാണ്. പ്രോപ്സ് അനാലിസിസ് വാസ് ആൻ എക്സസൈസ് ഇൻ ഫോർമുലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നെറേറ്റീവ് തിയറി. അദ്ദേഹം കൂടുതലായിട്ട് അനാലിസിസ് നടത്തിയത് എന്തിനെക്കുറിച്ചാണ്? ഫോർമുലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നെറേറ്റീവ് തിയറി. നെറേറ്റീവ് തിയറിയെക്കുറിച്ച് കുറേ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി നടത്തിയ ഒരാളാണ് വ്ളാഡിമിർ പ്രോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ദ മോർഫോളജി ഓഫ് ദി ഫോക്ക് ടെയിൽ. വ്ളാഡിമിർ പ്രോപ്പിൻ്റെയാണ് ദ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ എന്ന് പറയുന്ന ഒരു വർക്ക്. He analyzed 100 fairy tales and concluded that all of them are constructed from a set of 31 functions. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഏകദേശം 100 ഫെയറി ടെയിൽസിനെ എടുത്ത് വെച്ച് സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം ലാസ്റ്റ് എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്റ്റോറീസ് എല്ലാം തന്നെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രം എ സെറ്റ് ഓഫ് 31 ഫങ്ഷൻസിൽ നിന്നാണ്. 31 ഫങ്ഷൻസിൽ നിന്നാണ് ഈ പറയുന്ന സ്റ്റോറീസ് എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു തിയറിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഫങ്ഷൻ എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എ ഫങ്ഷൻ വാസ് എ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ് വിച്ച് വാസ് ആൻ ആക്ഷൻ ഓഫ് എ ക്യാരക്ടർ. ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് എലമെൻ്റ് ആണ്. അതെന്താണ്? ഒരു ക്യാരക്ടറിൻ്റെ ആക്ഷനാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ ആക്ഷൻ, ഇനി എത്തരത്തിലുള്ള ആക്ഷനാണ്? ദ ആക്ഷൻ ദാറ്റ് ഫുൾഫിൽസ് ദ പർപ്പസ്. എൻ്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷൻസ്. പ്രോപ്പ് ആർഗ്യൂഡ് ദാറ്റ് എവറി ക്യാരക്ടർ ഇൻ എ ഫോക്ക് ടെയിൽസ് പ്ലോട്ട് ഹാഡ് എ സ്പെസിഫിക് ഫങ്ഷൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? ഒരു ഫോക്ക് ടെയിലിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. He also specifies that all 31 functions need not occur in one single fairy tale. അതുകൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ 31 ഫങ്ഷൻസ് ടോട്ടലി ഉണ്ടെങ്കിലും ഒരൊറ്റ ഫെയറി ടെയിലിൽ തന്നെ ഇതെല്ലാം വരണമെന്നില്ല. Further, all folk tales can be reduced to a set of 7 characters who generate the entire plot through their various relationships and actions. അതുകൊണ്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോക്ക് ടെയിലിൽ അതിലെ മൊത്തത്തിൽ നമുക്ക് എ സെറ്റ് ഓഫ് 7 ക്യാരക്ടേഴ്സായിട്ട് കുറയ്ക്കാം. ആ 7 സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിലൂടെ ആ എൻറ്റയർ പ്ലോട്ട് അവരുടെ പരസ്പരമുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് ആക്ഷൻസും ഈ പറയുന്ന 31 ഫങ്ഷൻസും കാണിക്കാമെന്ന് പറയുകയാണ്. ഇനി ആ പറയുന്ന സെറ്റ് ഓഫ് 7 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയുകയാണ്. ഒന്ന് ഹീറോ, ഒന്ന് ഫോൾസ് ഹീറോ, ഒന്ന് വില്ലൻ, ഒന്ന് ഹെൽപ്പർ, ഡോണർ അല്ലെങ്കിൽ പ്രൊവൈഡർ, പ്രിൻസസ് ആൻഡ് ഹെർ ഫാദർ ആൻഡ് ഡിസ്പാച്ചർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? 7 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹീറോ, ഫോൾസ് ഹീറോ, വില്ലൻ, ഹെൽപ്പർ, ഡോണർ ഓർ പ്രൊവൈഡർ, പ്രിൻസസ് ആൻഡ് ഹെർ ഫാദർ, ഡിസ്പാച്ചർ. ഇങ്ങനെ 7 ക്യാരക്ടേഴ്സ്. These characters are involved in a set of 31 basic functions including violation, trickery, departure, struggle, victory, return, rescue, recognition, punishment and wedding. ഈ പറയുന്ന 31 ബേസിക് ഫങ്ഷൻസും ബേസിക് ആക്ഷൻസും ഈ 7 ക്യാരക്ടേഴ്സിലൂടെയും കാണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾ പ്ലോട്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ഷൻസ് ഇൻ വേരിയിങ് കോമ്പിനേഷൻസ് ആൻഡ് പ്രൊപ്പോർഷൻസ്. അദ്ദേഹം സ്റ്റഡി നടത്തിയ 100 ഫെയറി ടെയിൽസിലൂടെയും അദ്ദേഹം എത്തിച്ചേർന്നൊരു കൺക്ലൂഷൻ ഇതാണ്. ടോട്ടലി 31 ബേസിക് ഫങ്ഷൻസ് ആണുള്ളത്. അത് ഈ പറയുന്ന 7 സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിലൂടെ ഈ 31 ഫങ്ഷൻസും കാണിച്ചുകൊണ്ടാണ് ഓരോ ഫെയറി ടെയിൽസും കടന്നു പോകുന്നത്. ആ ആക്ഷൻസ് ആണ് 31 ബേസിക് ഫങ്ഷൻസിലെ ചിലതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ? ഈ പറയുന്ന വയലേഷൻ, ട്രിക്കറി, ഡിപ്പാർച്ചർ, സ്ട്രഗിൾ, വിക്ടറി, റിട്ടേൺ, റെസ്ക്യൂ, റെക്കഗ്നേഷൻ, പണിഷ്മെൻറ്റ്, വെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ അതീ പറയുന്നുള്ളൂ. ഇനി ഒരു ഫ്രഞ്ച് സ്ട്രക്ചറലിസം ആൻഡ് നെററ്റോളജി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ടേമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആക്ടൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആക്ടൻസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. ആക്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെറ്റ് ഓഫ് സീംസ് ഓർ ഓപ്പോസിറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നറേറ്റീവിൽ 3 ഗ്രൂപ്പ് ഓഫ് ആക്ടൻസ്, അതായത് 6 ആക്ടൻസ് ചേർന്നിട്ടാണ് എല്ലാ നറേറ്റീവ്സും ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ്. അതായത് ഈ പറയുന്ന 6 ആക്ടൻസിലൂടെ ആയിരിക്കും സ്റ്റോറി നറേറ്റ് ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ 6 പേര് ആരൊക്കെയാണ്? 3 പെയേഴ്സ് ഓഫ് ആക്ടൻസ് ഓപ്പോസിറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, 2 ഓപ്പോസിറ്റ് അല്ലേ? ഈ 2 പേര് കാണും. സെൻറ്റർ ആൻഡ് റിസീവർ, സെൻറ്ററും കാണും ഒരു റിസീവറും കാണും. ഹെൽപ്പർ ഓർ ഒപ്പോണൻറ്റ്, ഒന്നുകിൽ ഹെൽപ്പർ കാണും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒപ്പോണൻറ്റ് കാണും. അപ്പോൾ ഈ 6 ആക്ടൻസിലൂടെയാണ് ഓരോ നറേറ്റീവ്സും പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
ഇനി ദീസ് ആക്ടൻസ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ഇൻ ഓൾ നെറേറ്റീവ്സ്. എല്ലാ നെറേറ്റീവ്സിലും ഈ പറയുന്ന 6 ആക്ടൻസും അവരുടേതായ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഗ്രീമിയസ് ഓർഗനൈസ്ഡ് ദീസ് നെറേറ്റീവ് ഫങ്ഷൻസ് ഇൻറ്റു 3 ടൈപ്സ്. ഗ്രീമിയസ് എന്ന് പറയുന്ന ആള് ഇതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇവരെല്ലാം കടന്നു പോകുന്ന ആ ഫങ്ഷൻസിനെ അദ്ദേഹം 3ആയിട്ട് അങ്ങ് തിരിച്ചിരിക്കുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഡിസയർ, സെർച്ച്, എയിം. ഇതിലൂടെ ആയിരിക്കും ഒന്നുകിൽ ഇവരെല്ലാം കടന്നു പോകുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും കടന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും ഡിസയർ, സെർച്ച്, എയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തേതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു പോകുന്നത് ആരായിരിക്കും? സെൻറ്ററും റിസീവറും ആയിരിക്കും. അല്ലെങ്കിൽ ആ പറയുന്ന സബ്ജക്റ്റ് ഈ സെൻഡ് ഔട്ട് ഓൺ ഹിസ് ഓർ ഹെർ മിഷൻ ബൈ എ സെൻഡർ ഹൂ വിൽ റിവാർഡ് ദ സബ്ജക്റ്റ് അപ്പോൺ ഹിസ് ഓർ ഹെർ സക്സസ്. നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും സെൻഡറിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്തു പോകുന്ന ഒരു നറേറ്റീവ് സ്റ്റൈൽ അതിൽ കാണും. അതാണ് രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തേതെന്ന് പറയുന്നത് ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ്. ദ സബ്ജക്റ്റ് ഈസ് ഹെൽപ്ഡ് ഇൻ ഹിസ് ഓർ ഹെർ quest and mission by the helper and obstructed by the opponent. നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ കൂട്ടു നിൽക്കുന്ന ഒരാളും കാണും, അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരാളും കാണും. അതാണ് ഹെൽപ്പറും ഒപ്പോണൻറ്റ്. അതെന്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ്. അപ്പോൾ എല്ലാ നെറേറ്റീവ്സിലും കാണുന്ന 3 ജോഡി ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? സബ്ജക്റ്റ് കാണും, ഒബ്ജക്റ്റ് കാണും, സെൻറ്റർ കാണും, റിസീവർ കാണും, ഹെൽപ്പർ കാണും, ഒപ്പോണൻറ്റ് കാണും. ഈ 6 പേരും കടന്നു പോകുന്ന അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തായിരിക്കും? സബ്ജക്റ്റും ഒബ്ജക്റ്റും കടന്നു പോകുന്നത് ഡിസയർ, സെർച്ച് ആൻഡ് എയിമിലൂടെ ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു പോവുക എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരെണ്ണം സെൻറ്റർ വഴിയായിരിക്കും റിസീവറിൽ എത്തുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ഓക്സിലറി സപ്പോർട്ട് ഓർ ഹിൻഡ്രൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനും ഒരാൾ കാണും, ഒപ്പോസ് ചെയ്യാനും ഒരാൾ കാണും. അതാണ് ഹെൽപ്പറും ഒപ്പോണൻറ്റ്. അപ്പം ഈ 6 ആക്ടൻസ് കടന്നു പോകുന്ന 6 ഫങ്ഷൻസ് ആണ് 3 ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആക്ടൻസും അതിൽ അവരുൾപ്പെടുന്ന ആ 3 ഫങ്ഷൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ആരാണ്? സ്ട്രക്ചറലിസ്റ്റ് AJ ഗ്രേമസ് ആണ്. ഇനി അതുപോലെ ഈ ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ നോക്കിയേക്കാം. അപ്പോൾ ആക്ടൻസ് എന്ന് പറയുമ്പോൾ ആരുടെ എഴുതിക്കോണം? AJ ഗ്രേമസിൻ്റെ എഴുതിക്കോണം. ഇനി അതുപോലെ അടുത്തൊരാളാണ് റോളൻ ബാർത്തസ് എന്ന് പറയുന്നത്. റോളൻ ബാർത്തസിന് നറേറ്റീവ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് സയൻസ് എന്ന് പറയുന്നുണ്ട്. സയൻസ് ഇൻക്ലൂഡഡ് ആണ് ഈ പറയുന്ന നറേറ്റീവ്സിൽ എന്ന് പറയുന്നുണ്ട്. അതായത് സയൻസ് ഉപയോഗിച്ചിട്ടാണ് നറേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു രീതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഈ നറേറ്റീവ് എന്ന് വെച്ചാൽ എങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക മീൻസ് എങ്ങനെ നമ്മളൊരു സ്റ്റോറി പറയുന്നു, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ നറേറ്റീവ് എന്ന് പറയുന്നത്. ആ നറേറ്റീവ് ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത റോളൻ ബാർത്തസ് പറയാണ് ലിറ്റററി നെറേറ്റീവ്സിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? സയൻസ് ഉണ്ട്, സയൻസ് ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയാണ്. സയൻസ് മീൻസ് SIGNS സയൻസ് ആണ്, അല്ലാതെ സയൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ 5 കോഡ്സ്. ഈ പറയുന്ന സയൻസ് എന്ന് പറയുമ്പോൾ വേർഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. വേർഡ്സിനാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് 5 കോഡ്സിനാലാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ആ കോഡ്സ് ഓരോന്നും എന്താണെന്ന് പറയാം. അതിലൊന്നാമത്തെന്ന് പറയുന്നത് പ്രോ എററ്റിക് കോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോ എററ്റിക് കോഡ് എന്ന് വെച്ചാൽ ദിസ് റെഫേഴ്സ് ടു ദ സീക്വൻസ് ഇൻ വിച്ച് ദ ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി അൺഫോൾഡ്. അതായത് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് അതിൽ കാണും. നമ്മളോട് എന്താണ് ആ സ്റ്റോറിയിൽ നടന്നത് എന്ന് കുറേ ഇവൻറ്റ്സിലൂടെ ആയിരിക്കുമല്ലോ പറയുന്നത്. ദ കോഡ് ഡിസ്ക്രൈബ്സ് ദ സീക്വൻസ് ഓഫ് ദിസ് ഹാപ്പൻഡ് ആൻഡ് ദെൻ ദിസ് ഹാപ്പൻഡ്. അതായത് ഒരു കാര്യം നടന്നു, അതിൻ്റെ ഫലമായിട്ട് മറ്റൊരു കാര്യം നടന്നു എന്നുള്ള രീതിയിൽ കുറേ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മളോട് പറയുമല്ലോ. അതാണ് എന്ത്? പ്രോ എററ്റിക് കോഡ് എന്ന് റോളൻ ബാർത്തസ് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കോഡ്. ഇനി 2 ഹെർമന്യൂട്ടിക് കോഡ് എന്ന് പറയുന്നു. ഹെർമന്യൂട്ടിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ദ കോഡ് ദാറ്റ് ഇൻഫോംസ് അവർ ഇൻ്റർപ്രിറ്റേഷൻസ്. ഇറ്റ് ഹെൽപ്സ് അസ് understand the answers to question like what happened, how, why, by whom. അതായത് ഒരു കാര്യം കുറേ ഇവൻറ്റ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്, എന്തുകൊണ്ട്, ആരാൽ സംഭവിച്ചു എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ വരും. അതിനുള്ള ആൻസേഴ്സ് തരുന്ന കുറച്ച് കാര്യങ്ങൾ, ആ കോഡാണ് എന്ത്? ഹെർമന്യൂട്ടിക് കോഡ് എന്ന് പറയുന്നത്. അടുത്ത കൾച്ചറൽ കോഡ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നെറേറ്റീവ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കുറേ കോമൺ ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണും. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോഡാണ് ഇത് കൾച്ചറൽ കോഡ്സ് എന്ന് പറയുന്നത്. അടുത്ത സെമി
സെമിക്കോഡ് എന്ന് വെച്ചാൽ ദ കോഡ് ദാറ്റ് ഡ്രോസ് അപ്പോൺ എ കോമൺ സെറ്റ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ, എ മാൻ ഇൻ വൈറ്റ് ക്ലോത്ത്സ് ആൻഡ് വിയറിംഗ് എ ഗാന്ധി ക്യാപ്പ് ഇസ് എ സെമി കോഡ് ദാറ്റ് റെപ്രസെൻറ്റ് എ കോമൺ സ്റ്റീരിയോ ടൈപ്പ് ദാറ്റ് റിക്വയർസ് നോ എക്സ്പ്ലനേഷൻ. എന്താ, ഇപ്പം ചിലരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വേഷത്തിലോ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും. അത് കാണുമ്പോഴേ നമുക്കറിയാം ഇയാൾ ഇന്ന ആളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പൊളിറ്റീഷ്യനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ കുറേ സെമി കോഡ് കാണും. അത് നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും ഇന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് സെമി കോഡ്. അടുത്ത സിംബോളിക് കോഡ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ ഇമ്മീഡിയറ്റ് സ്റ്റീരിയോ ടൈപ്പ് ടു റെഫർ ടു സംതിങ് ലാർജർ. ഫോർ എക്സാമ്പിൾ, associations of night with evil and fear, sunlight with knowledge and happiness are common symbolic codes. അതായത് സിമ്പിൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സിമ്പിൾസ് കാണിക്കുക വഴി നമുക്ക് അതിൽ ഇൻ്റർമീനിങ് മനസ്സിലാക്കുക എന്ന് പറയത്തില്ലേ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, നൈറ്റ് കാണിക്കുക, ഇരുട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പേടിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവിളായിട്ടുള്ള കാര്യത്തെ കാണിക്കുന്നതിനായിരിക്കും നൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സൺലൈറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോളജ് റിലേറ്റഡോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും മനസ്സിലാകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ കടലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലെ ടെൻഷൻ പോലെ തോന്നത്തില്ലയോ. അത്തരത്തിൽ കുറേ സിംബോളിക് ആയിട്ടുള്ള കോഡ്സ് ഒരു നറേറ്റീവിൽ കാണുമെന്നാണ് റോളണ്ട് ബാർത്തസ് പറയുന്നത്. ഓക്കെ, അപ്പം റോളണ്ട് ബാർത്തസ് കുറേ കോഡ്സിൻ്റെ കാര്യം നറേറ്റീവിൽ പറഞ്ഞു. നറേറ്റീവിൽ കുറേ സയൻസ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. ആ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കുറേ കോഡ്സിൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 5 കോഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരാളെന്ന് വെച്ചാൽ ജെറാൾഡ് ജെനറ്റ് എന്ന് പറയുന്ന അടുത്തൊരു സ്ട്രക്ചറലിസ്റ്റ് തിങ്കർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹി പ്രൊപ്പോസ്ഡ് ദാറ്റ് ഓൾ ലിറ്റററി നറേറ്റീവ്സ് കണ്ടെയ്ൻ 3 ലെവൽസ് ഓഫ് നറേഷൻ. 3 ലെവൽസ് ഓഫ് നറേഷനെ കുറിച്ചാണ് ജെറാൾഡ് ജെനറ്റ് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹിസ്റ്റോയർ അല്ലെങ്കിൽ സ്റ്റോറി. അതെന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് റിയൽ ആക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ആൻഡ് നീഡ് ടു ബി ടോൾഡ്. അതായത് അതിൽ നടക്കുന്ന കുറേ ആക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, നമ്മളോട് പറയേണ്ട കുറേ ആക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, അതാണ് എന്ത് ഹിസ്റ്റോയർ അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ കണ്ടൻറ് ഓഫ് ഓൾ നറേറ്റീവ്സ്. എല്ലാത്തിലെയും കണ്ടൻറ് എന്ന് പറയുന്നതും ഈ പറയുന്ന കാര്യങ്ങളാണ്. ആ ഒരു സ്റ്റോറി, അതിലെന്താണ് നടന്ന ഇവൻറ്റ്സ്, ആക്ഷൻസ്, ഇതാണ് സ്റ്റോറി. അടുത്ത രണ്ടാമത്തെ റെസിറ്റ് അല്ലെങ്കിൽ നറേറ്റീവ് എന്ന് വെച്ചാൽ ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് എയ്തർ ഇൻ ഓറൽ ഓർ റിട്ടൺ ഫോം. ഒന്നുകിൽ നമ്മളോട് പറയുകയായിരിക്കും അല്ലെങ്കിൽ അതൊരു റിട്ടൺ ഫോമിലായിരിക്കും. അതാണ് നറേറ്റീവ് അല്ലെങ്കിൽ റെസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ടെല്ലർ ത്രൂ വിച്ച് ദ സ്റ്റോറി കംസ് ടു അസ്. നമ്മുടെ മുന്നിലേക്ക് ആ സ്റ്റോറി എത്തുന്ന ആ ഒരു ഫോം, അതാണ് റെസിറ്റ് അല്ലെങ്കിൽ നറേറ്റീവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ബുക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ കാണുമായിരിക്കും, കേൾക്കുമായിരിക്കും. അത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നും പറയുന്നു, ടെക്സ്റ്റ് എന്നും പറയുന്നു. അടുത്ത നറേറ്റിംഗ്. നറേറ്റിംഗ് ഈസ് ദ ലാർജർ പ്രോസസ് ഓഫ് recounting the novel as a whole, for example, that produces the recit. Narration is the act of producing the text either by the speaker or author. ഒന്നുകിൽ ആ സ്പീക്കർ അല്ലെങ്കിൽ ഓതർ മൂലം ഓതറിനെ വെച്ചിട്ട് ആ ഒരു സ്റ്റോറി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതാണ് എന്തെന്ന് പറയുന്നത്, നറേറ്റിംഗ് എന്ന് പറയുന്നത്. അതിലേറ്റവും ലാർജറായിട്ടുള്ള പ്രോസസ്സാണ് ഈ നറേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആക്ട് ഓഫ് പ്രൊഡ്യൂസിങ് ദ ടെക്സ്റ്റ് എയ്തർ ബൈ ദ സ്പീക്കർ ഓർ ഓതർ. ഒന്നുകിൽ ആ സ്പീക്കർ അല്ലെങ്കിൽ ഓതർ വെച്ചിട്ട് ആ ഒരു ടെക്സ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതി, അതാണ് എന്തെന്ന് പറയുന്നത്, നറേറ്റിംഗ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നറേഷൻ ഇൻ ലിറ്ററേച്ചർ മാത്രമാണ്. അതിൽ വരുന്ന കുറേ കാര്യങ്ങളും തിയറീസുമാണ്. ഇനി ഇതുപോലെ തന്നെ നറേഷൻ ഇൻ ഫിലോസഫി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചോളുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് നറേഷൻ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിൽ കുറച്ച് ടേംസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. നറേഷൻ ഇൻ ഹിസ്റ്ററിയിൽ കുറേ മോഡ്സ് ഓഫ് നറേഷൻ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ആനൽസ് മോഡെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. ഹിസ്റ്ററി നറേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഹിസ്റ്ററിയിലെ എന്തെങ്കിലും ഒരു കാര്യം നറേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രീതി എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആനൽസ് മോഡ്. അതായത് ഹിസ്റ്ററി ക്യാൻ ബി നറേറ്റഡ് സിംപ്ലി ആസ് എ ഫോം ഓഫ് ലിസ്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. അതായത് നമുക്ക് ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആനൽസ് മോഡ്. ആനൽസ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നതാണ് ആനൽസ് മോഡ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇവരിതി കൊടുത്തിട്ടുണ്ട്, 1947 ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് എന്താ പറയുന്നത്, 1948 കൊടുത്തിട്ട് മഹാത്മാഗാന്ധി വാസ് അസാസിനേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് 1949 ആണ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത്, ഫ്രെയിമിംഗ് ഓഫ് ദ
കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത 1950 കൊടുത്തിട്ട് ഇന്ത്യ ബിക്കേം എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അടുത്ത 1952 കൊടുത്തിട്ട് ഫസ്റ്റ് നാഷണൽ ഇലക്ഷൻ. 1957 കൊടുത്തിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദ സെക്കൻഡ് ടൈം. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇയർ വെച്ചിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇയർ പറയുന്നു, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഇവൻറ്റ്, ആ ഒരു ഇയറിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് മാത്രം പറഞ്ഞു പോകുന്നു. ഇതാണ് എന്ത് ആനുവൽസ് മോഡ് എന്ന് പറയുന്നത്. ഇനി നേരെ ക്രോണിക്കൽ മോഡിലേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 1947 എന്ന് കൊടുത്തിട്ട് ഇവിടെ പറയുന്നത് എന്താ, ഇന്ത്യ അക്വേർഡ് ഇറ്റ്സ് ലോങ് ചെറിഷ്ഡ് ഇൻഡിപെൻഡൻസ് ഓൺ 15th August 1947. അതായത് 1947 നടന്ന ജസ്റ്റ് ആ ഒരു ഇവൻറ്റിനെ അങ്ങനെ അങ്ങ് പറയല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പിന്നെന്താ ചെയ്തിരിക്കുന്നത്, 1948 എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി വാസ് അസാസിനേറ്റഡ് ഓൺ January 30th, 1948 ഇൻ ന്യൂഡൽഹി ബൈ ആൻ എക്സ്ട്രീമിസ്റ്റ് നാഥുറാം ഗോഡ്സെ എന്നിങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരുന്നുണ്ട്. എന്ത് നടന്നു, ആരാൽ നടന്നു, എങ്ങനെ നടന്നു എന്നൊക്കെയുള്ള ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ 1949 കൊടുത്തിരിക്കുന്നത് ദ കൺട്രി ഫ്രെയിംഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ 26 November 1949 എന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1950 ഇന്ത്യ ബിക്കേം എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. 1952 ദ കൺട്രി ഹെൽഡ് ഇറ്റ്സ് ഫസ്റ്റ് നാഷണൽ ഇലക്ഷൻസ് ഇൻ 1952. അടുത്ത 1957 വന്നിട്ട് ദ കോൺഗ്രസ് വൺ എ സ്വീപ്പിംഗ് മെജോറിറ്റി ആൻഡ് ജവഹർലാൽ നെഹ്റു ബിഗൺ ഹിസ് സെക്കൻഡ് ടൈം ആസ് പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതാണ് എന്ത് ക്രോണിക്കൽ മോഡ് എന്ന് പറയുന്നത്. അതായത് ക്രോണിക്കൽ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ്സ് വിത്ത് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി വൈൽ ഹാവിങ് എ സെൻട്രൽ തീം ഓർ സബ്ജക്റ്റ്. കറക്റ്റായിട്ടുള്ള കാര്യത്തിനോടൊപ്പം കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് ക്രോണിക്കൽ മോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്. ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് എന്ന് വെച്ചാൽ ദ തേർഡ് ടൈപ്പ് ഓഫ് നറേറ്റീവ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് which gives a detailed description about the past, explaining cause and effect of each incident without leaving any room for further explanation. They create a close-knit form of narrative style and bring about a sense of completion. അതായത് ഈ ആദ്യം പറഞ്ഞ എന്താ ആനൽസ് മോഡിൽ നിന്നും ക്രോണിക്കൽ മോഡിൽ നിന്നും കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ളതാണ് ഏത് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിൽ യാതൊരു ഡൗട്ട്സും അവശേഷിപ്പിക്കാതെ എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരുന്നതാണ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ്, നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി പാസ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ നറേറ്റീവിൽ വരുമ്പോഴത്തേന് നമ്മളൊരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ച് തന്നെ തുടങ്ങും. ആ കാലഘട്ടം തൊട്ട് അതിന് മുന്നേ തൊട്ട് തന്നെ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നുണ്ട് ദ പാസ്റ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി വിത്ത് ദ ഫോളോയിങ് കമ്പോണൻസ് എന്ന്. അതായത് ഈ ഹിസ്റ്റോറിക്കൽ നറേറ്റീവിൽ ഈ പാസ്റ്റിനെ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ കമ്പോണൻസിലൂടെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ്, കോസ് എഫക്റ്റ് സീക്വൻസ്, ക്രോണോളജി, ലാർജർ തീംസ് ആൻഡ് സബ്ജക്ട്സ്, ഡിസ്ക്രിപ്ഷൻ, ഇൻ്റർപ്രിട്ടേഷൻ. ഈ കമ്പോണൻസിലൂടെയാണ് പാസ്റ്റിനെ മെൻഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ടെക്സ്റ്റുവാലിറ്റി ആൻഡ് റീഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൽ പറയുന്നുണ്ട് നറേറ്റീവ്സ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ റീഡേഴ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതാ നറേറ്റീവ്സ് നമ്മുടെ കൈ കിട്ടുമ്പോഴാണല്ലോ നമ്മുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് അതിന് കൊടുക്കേണ്ടത്. ഇനി ദ പ്രോസസ് ഓഫ് നറേഷൻ അസ്യൂംസ്, ഈ പറയുന്ന നറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ആരൊക്കെ ചേരുമ്പോഴാണ് ഈ നറേഷൻ കംപ്ലീറ്റ് ആകുന്നത് എന്ന് പറയാണ്. അപ്പോൾ അതിൽ ആരൊക്കെ വരും, ഈ നറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു ഓതർ വരും. ഓതർ എന്ന് വെച്ചാൽ വൺ ഹൂ റൈറ്റ്സ്, ആരാണോ അത് എഴുതുന്നത് ആ വ്യക്തി, അതാണ് ഓതർ. അടുത്തത് ദ ടെക്സ്റ്റ്, ദ പ്രിൻറ്റഡ് വർക്ക്, ദ ലാംഗ്വേജ്, ദ സ്റ്റോറി, എന്താണോ നമ്മളോട് കൺവേ ചെയ്യുന്നത് അതാണ് ടെക്സ്റ്റ്. ആൻഡ് ദ റീഡർ, അത് ആരാണോ വായിക്കുന്നത് അത്. ഹു എൻഗേജസ് വിത്ത് ദ ലാംഗ്വേജ് ആൻഡ് ഗെറ്റ്സ് മീനിങ് ഔട്ട് ഓഫ് ദ നറേറ്റീവ്, അതിൽ നിന്ന് മീനിങ് കണ്ടുപിടിക്കുന്ന, അത് വായിക്കുന്ന, ആ ലാംഗ്വേജുമായി എൻഗേജ്ഡ് ആകുന്ന ആ ഒരു വ്യക്തി, അതാണ് റീഡർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ടെക്സ്റ്റുവാലിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചോളുക. അതിൽ ലാസ്റ്റ് വന്നിട്ട് വർക്ക്, ടെക്സ്റ്റ് എന്നിങ്ങനെ രണ്ടിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അതായത്
റോളണ്ട് ബാർത്തസ് തന്നെയാണ് ഈ ടെക്സ്റ്റും വർക്കും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ നടത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വർക്ക് ഈസ് ദ ഫിസിക്കൽ പ്രിൻറ്റഡ് ബുക്ക് വേറാസ് ദ ടെക്സ്റ്റ് ഈസ് ദ നറേറ്റീവ് ഇൻസൈഡ് ഇറ്റ്. എന്താണ് വർക്കും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബുക്ക്, ഇപ്പം ഒരു മെറ്റീരിയൽ, അതാണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. അതായത് ആ പ്രിൻറ്റഡ് ബുക്കാണ് വർക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തുള്ളത് എന്താണോ കാര്യം, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എ ടെക്സ്റ്റ് ഈസ് ദി ലാംഗ്വേജ് ആൻഡ് നറേഷൻ വിച്ച് ദ റീഡർ ഹാസ് ടു ടാക്കിൾ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഇറ്റ്സ് മീനിങ്. ആ വർക്കിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻവോൾവ് ആകുന്നത് ആ ടെക്സ്റ്റുമായിട്ടാണ്, അതായത് അകത്തുള്ള മീനിങ്ങുമായിട്ട്. A work becomes a text when the reader opens it and starts dealing with the language and narrative. ഒരു വർക്ക് എന്ന് പറയുന്നത് എപ്പോഴാണ് ടെക്സ്റ്റായി മാറുന്നതെന്ന് വെച്ചാൽ റീഡർ എപ്പോഴാണ് അതിനുള്ളിലേക്ക് കടന്ന് അതിലുള്ള കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത്, അപ്പോഴാണ് അതൊരു ടെക്സ്റ്റായി മാറുന്നത് എന്ന് പറയാണ്. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് ഡെഡ് ആണ്, അതേപക്ഷം ടെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എലൈവ് ആയിരിക്കും. വർക്ക് ഈസ് ക്ലോസ്ഡ് ആൻഡ് സ്റ്റേസ് ഓൺ ദ ഷെൽഫ്. വർക്ക് എന്ന് പറയുന്നത് ഒരു ഷെൽഫിലേ ഇരിക്കത്തുള്ളൂ, പക്ഷേ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എൻഗേജസ് വിത്ത് ദി റീഡർ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അതിനെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അത് വായിക്കുക, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ വർക്ക്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. T.S. Eliotൻ്റെ വേഴ്സ് ലാൻഡിലൊക്കെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഇനി വന്നിട്ട് ജെറാൾഡ് ജെന്നറ്റ് തന്നെ ഐഡൻറ്റിഫൈഡ് സെവറൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദീസ് കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റുകൾക്കിടയിലുള്ള ഒരു റിലേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത പറയുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് പാരാടെക്സ്റ്റ്. ഇതിൻ്റെ റൈറ്റർ മീൻസ് ഈ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്ന ആളെ മറക്കരുത്, ജെറാൾഡ് ജെന്നറ്റ് ആണ്. അതിലൊന്ന് പാരാടെക്സ്റ്റ് എന്ന് വെച്ചാൽ എപ്പിഗ്രാഫ്സ്, പ്രിഫൈസസ്, forewords, epilogues, addresses to the reader, acknowledgement, footnotes, etc. that are somehow connected to the main narrative. പാരാടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. റിയൽ ടെക്സ്റ്റ് മീൻസ് ഒരു ടെക്സ്റ്റിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എപ്പിഗ്രാഫ്സ്, പ്രിഫൈസസ്. നമ്മൾ ഒരു ബുക്ക് വായിക്കുന്നതിന് മുന്നേ പ്രിഫൈസസ് എന്നും പറഞ്ഞൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രിഫൈസ് കൊടുത്തേക്കും, ഫോർവേഡ്സ് കൊടുത്തിരിക്കും, എപ്പിലോഗ്സ് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ റീഡറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഴുതിയിരിക്കും, അക്നോളജ്മെൻറ്റ് കൊടുത്തിരിക്കും, ചിലതിൽ ഫുട് നോട്ട്സ് കൊടുത്തിരിക്കും. ഇതെല്ലാമാണ് എന്ത് പാരാടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻ്റർടെക്സ്റ്റുവാലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. റെഫേഴ്സ് ടു ദി റെഫറൻസസ്, എക്കോസ്, quotes and citations. Every text will seem to recall, echo or even steal from other texts so that it becomes difficult to establish an original text. Intertextuality എന്ന് വെച്ചാൽ അതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസസ്, എക്കോസ്, കോഡ്സ് ആൻഡ് സിറ്റേഷൻസ്, ഇതെല്ലാം കൂടാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റൊരു ടെക്സ്റ്റുമായിട്ട് അതിനുള്ളൊരു കണക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റിനെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഒറിജിനലാണ് അല്ലെങ്കിൽ റിയൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റൊരു ടെക്സ്റ്റുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ബുക്കും ഒറിജിനലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർടെക്സ്റ്റുവാലിറ്റി റെഫർ ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? ഓരോ ടെക്സ്റ്റിലും ഉൾപ്പെടുന്ന റെഫറൻസസ്, എക്കോസ്, കോഡ്സ് ആൻഡ് സിറ്റേഷൻസ്. അടുത്ത ആർക്കിടെക്സ്റ്റുവാലിറ്റി. Architextuality is the relationship of a text to other text in the same genre or type. സെയിം ടെക്സ്റ്റുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ്. ഇൻ്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുമ്പം ഏതൊരു ടെക്സ്റ്റുമായിട്ടും റിലേറ്റ് ചെയ്യാം ഇൻ്റർടെക്സ്റ്റുവാലിറ്റിയിൽ. പക്ഷേ ആർക്കിടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുമ്പോൾ സെയിം ഗ്രൂപ്പിൽ പെടുന്ന വർക്ക്സിന് തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റിയാണ് ആർക്കിടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. The connection between a 20th century satirical poem by W.H. Auden has an architectural connection with the satire of Alexander Pope. രണ്ടും സറ്റയർ അല്ലേ, അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതായത് സെയിം ജോണറിൽ പെടുന്നത് തമ്മിലുള്ള കണക്ഷൻ, അതാണ് ആർക്കിടെക്സ്റ്റുവാലിറ്റി. ഇൻ്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുമ്പം ഏതൊരു ടെക്സ്റ്റുമുള്ള കണക്ഷനാണ് ഇൻ്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് Metatextuality is the relationship between a text and the critical commentaries, biographical commentaries and other references on the main text. Metatextuality എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റിന് അതിൻ്റെ തന്നെ ക്രിട്ടിക്കൽ കമൻട്രീസുമായിട്ടുള്ള അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ കമൻട്രീസുമായിട്ടുള്ള കണക്ഷനാണ് എന്തെന്ന് പറയുന്നത് മെറ്റാടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ആ വർക്കിൻ്റെ തന്നെ ക്രിട്ടിക്കൽ കമൻട്രീസ് അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ കമൻട്രീസ്, ആ മെയിൻ ടെക്സ്റ്റുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കണക്ഷൻ, അതാണ് എന്ത് മെറ്റാടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്.
അടുത്തതെന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റിയാണ്. ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് വെച്ചാൽ ഒരു ഒറിജിനൽ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഒരു ബുക്ക് എഴുതുമല്ലോ. ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു ഇപ്പോൾ ഒരു എപ്പിക് വർക്ക് പബ്ലിഷായി, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു ബുക്ക് എഴുതുന്നു. അപ്പോൾ ആ മെയിൻ ടെക്സ്റ്റും ഈ ടെക്സ്റ്റും അതിനെ ബേസ് ചെയ്ത് എഴുതിയ ടെക്സ്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ, അതാണ് എന്ത് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ആ ഒറിജിനൽ ടെക്സ്റ്റിനെ ഹൈപ്പോ ടെക്സ്റ്റ് എന്നും അതിനുശേഷം വന്ന ടെക്സ്റ്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്നും പറയുന്നു. ഇത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജീൻ റൈസിൻ്റെ വൈറ്റ് സർഗാസോ സി എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്ന ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ഓഫ് ഷാർലറ്റ് ബ്രോണ്ടിയുടെ വിക്ടോറിയൻ നോവൽ ജെയിൻ ഐർ എന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത റീഡറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എന്താണ് നറേറ്റീവ് എന്ന് പറയുന്നുണ്ട്. നറേറ്റർ, നറേറ്റീവ് ഈ 3 ടേമും ഒന്ന് നേരെ പഠിച്ചിരിക്കണം. നറേറ്റർ എന്ന് പറയുമ്പോൾ ആ സ്റ്റോറി ടെല്ലറാണ് നറേറ്റർ എന്ന് പറയുന്നത്. നറേറ്റീവ് എന്ന് വെച്ചാൽ ആ സ്റ്റൈൽ ഓഫ് നറേഷനാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നറേറ്റീവ് എന്ന് വെച്ചാൽ ടു ഹൂം ദ സ്റ്റോറി ഈസ് ടോൾഡ്, അതായത് ആരോടാണോ ആ സ്റ്റോറി പറയുന്നത്, അതാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. നറേറ്റീവ് NARRATEE എന്നുള്ള നറേറ്റീവ്. അപ്പോൾ ഈ 3 ടേമും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇംപ്ലൈഡ് റീഡർ, നമ്മൾ ഇംപ്ലൈഡ് ഓതറും റിയൽ ഓതറും പറഞ്ഞ പോലെ തന്നെ ഇംപ്ലൈഡ് റീഡറും ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ റിയൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള ഒരാളുണ്ട്, അത് റിയൽ റീഡർ. അതുപോലെ തന്നെ അത് വായിക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലെവലുണ്ടല്ലോ, അതാണ് ആ ആളാണ് ആരെന്ന് പറയുന്നത് ഇംപ്ലൈഡ് റീഡർ എന്ന് പറയുന്നത്. നമ്മൾ ഓതറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ റീഡറിലും ഇങ്ങനെ രണ്ടുമുണ്ട്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. ഇത്രയുമേ അല്ല, ലിറ്റററി ജോണേഴ്സും കാര്യങ്ങളും ഒക്കെ ഇനി പറയുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ലിറ്റററി ജേണേഴ്സും മറ്റേ ലിറ്റററി ക്യാനൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ആയിട്ട് ടേംസ് എല്ലാം കൂടെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. അപ്പം സെക്കൻഡ് മോഡ്യൂളിൽ മാക്സിമം ഇത്രയുമേയൊക്കെ ഉള്ളൂ ടേംസ് എന്ന് പറയാനായിട്ട്. പക്ഷേ ഇതൊന്നും പോരാ, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചോളുക. അപ്പോൾ ഈ കുറച്ച് ഈ ടേംസ് മാത്രമേ ഞാൻ ഡിഫൈൻ ചെയ്തു പോകുന്നുള്ളൂ. അത് ഞാൻ എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ മാത്രം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൂടെ നേരെ വായിച്ചോളുക. ഇത് ജസ്റ്റ് ആ ടേംസ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം മാക്സിമം ടെക്സ്റ്റ് കയ്യിലുള്ളവർ അത് വായിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.